ഹായ് ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മുടെ ചേച്ചിയുടെ വീട്ടിലേക്ക് വിരുന്ന് പോവാണ്. അപ്പോൾ അതിൻ്റെ ഒരു കോസ്റ്റ്യൂമാണ് ഈ കാണുന്നത്. അപ്പം ഞാനും അനിയനും കൂടി പോകുന്നത്. അമ്മയും അച്ഛനും അച്ഛമ്മയും കൂടെ നേരത്തെ ഓട്ടോയിൽ പോയിട്ടുണ്ട്. ഈ അലവലാതിൻ്റെ കൂടെ വന്നാൽ എനിക്ക് എപ്പോഴും ഈ ഒരു അവസ്ഥ തന്നെയാണ് ഉണ്ടാവാറ് ഗായ്സ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവനിവിടെ ഫോട്ടോ എടുക്കണം വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. പൊരിഞ്ഞ വെയിൽ. അപ്പം അവൻ്റെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പറന്ന് പോകണ്ട, കാരണം ഫ്രണ്ടിൽ അവർ ഓട്ടോയിൽ പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞാണ് ഞാൻ ഓട്ടോയിൽ വരുന്നുള്ളേടാ, ഈ വെയിലത്ത് എനിക്ക് വരാൻ വയ്യാന്ന്. പക്ഷെ അവൻ പറഞ്ഞു വാ സൂരുമ്പോൾ നമുക്ക് ഫോട്ടോ എടുത്ത് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും അവിടെ 2-3 ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു കിട്ടിയ ചാൻസിൽ. അപ്പം നമ്മളതാ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏകദേശം കുറച്ച് ദൂരമൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് എന്തായാലും വെയിൽ കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ നേരത്തെ പോയിട്ടുണ്ടെങ്കിലും തന്നെ എനിക്ക് കുറച്ച് ദൂരം പോലെ തോന്നിയായിരുന്നു. പിന്നെ നമ്മളവരുടെ വീട് എത്തിയിട്ടുണ്ട്. അപ്പം അപ്പത്തേനും തന്നെ അച്ഛനും അമ്മയൊക്കെ എത്തിയിട്ടുണ്ട്, കുറച്ച് പേരൊക്കെ ഉണ്ട്. അപ്പോൾ അതാ അച്ഛൻ പറയാ നീ എന്താ ചെയ്യണത്, എന്നെ ഇനി വെറുതെ വീഡിയോ എടുക്കണ്ട അങ്ങനെയൊക്കെ വേണ്ടി പറഞ്ഞു. ഞാൻ പറഞ്ഞ് എണീറ്റ് പോവുകയാണെന്നൊക്കെ വേണ്ടിട്ട് പറയുന്നുണ്ട്. അച്ഛൻ ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട് എന്നോട്. ഞാൻ ഇല്ല ഞാൻ എന്താ പുറത്തേക്ക് എടുക്കുന്നത് കൊണ്ട് ഞാൻ അച്ഛനോട് പറയും അച്ഛൻ വീഡിയോ എടുക്കണ കൊണ്ട് പോവുകയാണ് ഗൈസ്. ഫുഡ് കഴിക്കാൻ സമയം ആവുന്നേ ഉള്ളൂ ഗൈസ്. പക്ഷെ ഞാൻ നേരത്തെ തന്നെ ഡൈനിങ്ങിൻ്റെ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ഞാൻ മൈക്ക് എടുത്തില്ലായിരുന്നു കേട്ടോ. അതാലോചിച്ച് ഞാനിങ്ങനെ പുറത്തോട്ട് നോക്കി നിൽക്കുകയാണ്. അപ്പത്തേനും തന്നെ എനിക്ക് വിശക്കാൻ തുടങ്ങി. പിന്നെ നമ്മളത് ഇലയ്ക്ക് ഇട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി അച്ചാറും മുതൽ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് നാവിലിപ്പുണ്ടായതുകൊണ്ട് കുറച്ച് എരിവൊക്കെ ഉണ്ടായിരുന്നു. എരിവുണ്ട് ചോദിക്കുമ്പോൾ ഇല്ല കുഴപ്പമില്ല എന്നൊക്കെ വേണ്ടിട്ട് ഞാൻ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നാൽ പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ ദേവുവിൻ്റെ കൂടെ കുറച്ച് നേരം ഇരുന്നു കേട്ടോ. ദേവ് സൈക്കിൾ തരില്ല എന്നാ പറഞ്ഞാൽ ഞാൻ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ ബോൾ തരില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ റിവെഞ്ച് കാണിക്കുകയാണ് തോന്നുന്നു, എനിക്കറിയില്ല. പിന്നെ നമ്മൾ ബായ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി ദേവ് പറഞ്ഞു നമ്മളുടെ കൂടെ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. ഏട്ടനാണെങ്കിൽ നമ്മളെ ജംഗ്ഷനിലേക്ക് കൊണ്ടാക്കിയായിരുന്നു. അപ്പോൾ ദേവുവിനെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾക്ക് സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് ഏട്ടൻ അവളെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവൾ ഇടയ്ക്ക് കണ്ടിട്ട് നോക്കുന്നുണ്ട്, ബൈ ബൈ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.